ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആശാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് പൊങ്ങാനായിട്ട് വയ്ക്കാം. 5-10 മിനിറ്റിനുള്ളിൽ ഇത് പൊങ്ങി വരുന്നതാണ്. ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി 2 മണിക്കൂർ കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ട്, റവയേക്കാളും കുറച്ച് ചെറിയ തരികളായിട്ടാണുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഈസ്റ്റിൻ്റെ മിക്സ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മിക്സ് മാവിലിട്ട് ഒഴിച്ച് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് മൂടി അടച്ച് 2 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിത് ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് മാവ് പുളിപ്പിക്കാനായിട്ട് വച്ചത്. 4 മണിയായപ്പോഴത്തേനും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നല്ലപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഇത് ഓവർ മിക്സ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി, പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണിത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. എല്ലാ വസ്തുവിടെയും വെളിച്ചെണ്ണ തേക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കേക്ക് ടിന്നിൻ്റെ പകരം വേറെ സ്റ്റീലിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കേക്ക് ടിന്നിലോട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റീമറിലോട്ട് ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഇത് മൂടി അടച്ച് വെച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് റെഡിയാവുന്നതാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസ് വെച്ച് കൊടുക്കാം. ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് ഓവറാക്കി കളഞ്ഞിട്ടുണ്ട്. ഇത്രയൊന്നും റൈസിൻസിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഇതൊന്നുകൂടെ മൂടി അടച്ച് വെച്ച് 15 മിനിറ്റോടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അതിന് നമ്മുടെ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വെന്തതാണെങ്കിൽ സ്പൂൺ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ വീണ്ടും 5 മിനിറ്റോടെ കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കുകയാണ്. ഇതിപ്പോൾ സ്പൂൺ നല്ല ക്ലീനാണ്. അത് നല്ലപോലെ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് പഞ്ചസാര ചേർക്കാതെ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇറച്ചിയുടെയൊക്കെ കൂട്ടത്തിൽ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്, ഇറച്ചിയും വട്ടയപ്പവും കൂടെ കൂടി. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്